નમસ્કાર, હું છું ભૂમિ. સમાચારની શરૂઆત કરીશું અને સીધા જઈશું મોદીની સભામાં. ഏറ്റവും പിന്നിലിരിക്കുന്ന ആളുകൾ വരെ മുഴുവൻ ആളുകളും കൈയടിച്ച് നരേന്ദ്രമോദിജിയെ അഭിവാദ്യം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष श्रीमान अमित भाई शाह, भारतीय जनता पार्टी के पूर्व राष्ट्रीय अध्यक्ष श्रद्धेय अडवाणी जी, डॉक्टर मुरली मनोहर जोशी जी, श्रीमान वेंकैया नायडू जी, श्री नितिन गडकरी जी, श्रीमान राजनाथ सिंह जी, मंच पर विराजमान केरल प्रदेश भारतीय जनता पार्टी के अध्यक्ष एवं केंद्र के और राज्य के सभी वरिष्ठ महानुभाव और विशाल संख्या में पधारे हुए केरल के मेरे प्यारे भाइयों और बहनों, जरूरत नहीं है, हाँ, लोगों को समझ में आया. प्रिया सहोदरी सहोदरन मारे, एल्लावरक्कुम नमस्कारम. സാമൂതിരിയുടെ മണ്ണിൽ വിശാലമായായി സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. പാജാസിരജാവിന്റെയും കുഞ്ചലിമർക്കാറിന്റെയും നട്ടിൽ നിങ്ങളെ നേരിൽ കാണാൻ എത്തിച്ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. God's own country, केरल का स्मरण मात्र से मन में एक गॉड्स ओन कंट्री के रूप में एक श्रद्धा का, एक पवित्रता का भाव पैदा होता है. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരുന്നത് വിശുദ്ധമായിട്ടുള്ള ഒരു വികാരമാണ്, പവിത്രമായിട്ടുള്ള ഒരു വികാരമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള വികാരം. और ये श्रद्धा, ये पवित्रता का भाव सिर्फ भूभाग के कारण नहीं है. यहां के लोगों ने, यहां के ऋषियों ने, मुनियों ने, साधु संतों ने, यहां की भिन्न भिन्न परंपराओं ने जिन उच्च आदर्शों, मूल्यों, सादगी, परिश्रम जन जन के अंदर संस्कारित किया है, उसी का परिणाम है कि आज पूरे देश में जहां कहीं भी केरल का व्यक्ति है, हर कोई उसको आदर भाव से देखता है. ഇത് വെറും ഈ മണ്ണിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. അതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള മഹാത്മാക്കൾ, ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാരും ഋഷിമാരും മുനിമാരുമായിട്ടുള്ള മഹത് വ്യക്തികൾ, അങ്ങനെയുള്ളവരെല്ലാവരും ചേർന്ന് ഈ നാട്ടിന്റെ പാരമ്പര്യത്തിൽ, ഈ മണ്ണിന്റെ പാരമ്പര്യത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള സംസ്കാരം, ആ സംസ്കാരത്തിന്റെ ഫലമായിട്ട് കേരളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, കേരളത്തെക്കുറിച്ച് അറിയുമ്പോൾ ഈ നാടിനെക്കുറിച്ച് വിശുദ്ധമായിട്ടുള്ള ഒരു വികാരത്തോടുകൂടി മാത്രം, പവിത്രമായിട്ടുള്ള വികാരത്തോടുകൂടി മാത്രമേ
ഈ മണ്ണിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ നാടിന്റെ പ്രത്യേകത. पिछले दिनों मुझे खाड़ी के देशों में गल्फ कंट्रीज में जाने का अवसर मिला. कोई देश का मुखिया दूसरे देश में जाता है तो दो देशों के मुखियाओं के बीच बातें होना बड़ा स्वाभाविक होता है. लेकिन मैंने आग्रह किया था कि सरकारी तौर पर जो बातें होगी सो होगी, लेकिन मैं इस इलाके में मेरे देश के लोग जो आकर के बसे हैं, पसीना बहाते हैं, और जिसमें ज्यादातर केरल के लोग हैं, मैं उनको मिलना चाहूंगा, उनके दर्शन करना चाहूंगा. ഈ അടുത്ത കാലത്ത് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ ആ രാജ്യത്തെ രാഷ്ട്രത്തലവനുമായിട്ട് രണ്ട് രാഷ്ട്രങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആ കൂടിക്കാഴ്ചകൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ കൂടിക്കാഴ്ചക്കപ്പുറത്ത് ഈ ഗൾഫിന്റെ മണ്ണിൽ വിയർപ്പൊടുക്കി പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ, അവരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അവരുമായിട്ട് എനിക്ക് കൂടിക്കാഴ്ചക്കുള്ള അവസരമുണ്ടാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. और जिस किसी देश के आगेवानों को मिलता था, उनके मुखिया को मिलता था, हर किसी के मुंह से हिंदुस्तानियों की, केरल के लोगों की, उनके काम की, उनके डिसिप्लिन की, उनके जीवन की भरपूर प्रशंसा सुनकर के गर्व महसूस करता हूं. അങ്ങനെ രാഷ്ട്രത്തലവന്മാരായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോഴൊക്കെ തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകള്, മലയാളികളായിട്ടുള്ള ആളുകള് അവരുടെ അധ്വാനശീലത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ അവർ നടത്തുന്ന പ്രശംസ കേട്ട് സ്വയം എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. आज इस धरती पर मुझे दोबारा आने का अवसर मिला है. इसी मैदान में कुछ वर्ष पूर्व मुझे एक पॉलिटिकल रैली को संबोधित करने का सौभाग्य मिला था. लेकिन उस दिन में और आज दिन के नजरिए में मैं इतना फर्क देख रहा हूं. हेलीपैड से लेकर के यहां तक पूरे रास्ते भर ह्यूमन चेन नहीं, मैंने ह्यूमन वॉल देखा और उत्साह से भरा हुआ लोगों का जमघट देखा. ഈ ഭൂമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇതേ ഭൂമിയിൽ, ഈ കേരളത്തിൽ എനിക്ക് ഇതേപോലെയുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അന്ന് ഞാൻ കണ്ട കാഴ്ചയും ഇന്നത്തെ കാഴ്ചയും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. ഇന്ന് ഹെലിപാഡ് മുതൽ ഇവിടെ എത്തുന്നത് വരെയുള്ള വഴി, ആ വഴിയിലുടനീളം കേവലം മനുഷ്യർ ഒരുമിച്ച് നിന്ന് ചങ്ങല നിർക്കിയായിരുന്നില്ല, ഒരു മനുഷ്യ ഭിത്തിയാണ് ഞാൻ ഇന്ന് ഈ ഹെലിപാഡ് മുതൽ ഇവിടെ വരെയുള്ള ഈ പ്രദേശത്ത് മുഴുവൻ കണ്ടത്. आज से 50 साल पहले पंडित दीनदयाल उपाध्याय जी का अध्यक्ष के नाते दायित्व यहां तय हुआ था. उन्होंने कार्यभार संभाला था. 50 साल पहले के अखबार निकाल करके देखिए. मैं नहीं जानता हूं अखबार के किसी कोने में भारतीय जनसंघ के उस कार्यक्रम की कोई खबर छपी होगी कि नहीं छपी होगी. भारतीय जनसंघ के किसी नेता की तस्वीर छपी होगी या नहीं छपी होगी.
भारतीय जनसंघ क्या है, केरल में क्यों आए हैं, क्या कर रहे हैं, मुझे नहीं लगता है कि 50 साल पहले कोई व्यापक चर्चा हुई होगी। उस समय के पॉलिटिकल पंडितों को आज आश्चर्य होता होगा कि 125 करोड़ का देश, इतना बड़ा लोकतंत्र, इतनी विविधताओं से भरा हुआ लोकतंत्र, इतनी भाषाएं, इतनी परंपराएं, इतने संप्रदाय, और 50 साल के भीतर भीतर ये दल हिंदुस्तान की नंबर 1 पार्टी बन गया। भारत में पूर्ण बहुमत के साथ देश की जनता ने उसको सेवा करने का मौका दे दिया। 50 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഭൂമിയിലാണ് ശ്രീ ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘത്തിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്തത്. അന്നത്തെ ആ സമ്മേളനത്തെക്കുറിച്ച് ആ കാലത്തെ മാധ്യമങ്ങളിൽ എത്രമാത്രം വാർത്ത വന്നു എന്നറിയില്ല. പത്രമാധ്യമങ്ങൾ എത്രമാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നറിയില്ല. എത്രമാത്രം ഗൗരവത്തോടുകൂടി ഭാരതീയ ജനസംഘം എന്നുള്ള പാർട്ടിയെക്കുറിച്ച് അറിയാനും ചർച്ച ചെയ്യാനും അന്ന് മാധ്യമങ്ങൾ താല്പര്യമെടുത്തു എന്നറിയില്ല. പക്ഷേ ഇന്ന് 125 കോടി ജനങ്ങളുള്ള ഈ നാട് വ്യത്യസ്തമായിട്ടുള്ള രീതികളും സമ്പ്രദായങ്ങളും, വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വേഷഭൂഷങ്ങളും, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും, വ്യത്യസ്തമായിട്ടുള്ള ആഹാര രീതികളും ഒക്കെയുള്ള ഈ രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഭാരം, ആ ഭരണഭാരം ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ വ്യത്യാസം. आज हम उस पूर्व संध्या पर मिल रहे हैं जब कल से हिंदुस्तान राजनीतिक चिंतन के एक मनीषी पंडित दीनदयाल उपाध्याय जी की जन्मशती मनाने जा रहा है. നമ്മൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകൻ, അങ്ങനെയുള്ള ഉൾക്കാഴ്ചയുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ പൂർവ്വസായാഹ്നത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. पिछली शताब्दी में भारत के राजनीतिक जीवन को 3 महापुरुषों के चिंतन ने प्रभावित किया. जिस विचार प्रभाव से चलने वाले राजनीतिक कार्यकर्ता आज भी हिंदुस्तान की राजनीति में अपना योगदान दे रहे हैं, सबसे ऊपर है महात्मा गांधी, पंडित दीनदयाल उपाध्याय, राम मनोहर लोहिया. गांधी, दीनदयाल, लोहिया, ये पिछली शताब्दी के 3 महान विचारक जिनके चिंतन का प्रभाव आज के हिंदुस्तान की राजनीति पर कहीं न कहीं नजर आता है. കഴിഞ്ഞ നൂറ്റാണ്ട് ഈ രാജ്യത്ത് 3 മഹാവ്യക്തിത്വങ്ങൾ, ആ 3 മഹാവ്യക്തിത്വങ്ങളുടെ ആശയങ്ങളുടെ, അവരുടെ രാഷ്ട്രീയ ചിന്തകളുടെ, ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുടെ, അവരുടെയൊക്കെ പരിശ്രമങ്ങളുടെ ചരിത്രമാണ്. ആദ്യത്തെ പേര് സ്വാഭാവികമായും ശ്രീ മഹാത്മാഗാന്ധിയുടെ പേര്, രണ്ടാമത്തെ പേര് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പേര്, പിന്നീടുള്ള പേര് ശ്രീ രാം മനോഹർ ലോഹിയയുടെ പേര്. ഗാന്ധിജിയുടെയും ദീനദയാൽജിയുടെയും ലോഹ്യാജിയുടെയും ആശയങ്ങൾ, ആ ആശയങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ,
ആ പ്രവർത്തനങ്ങളാണ് ഈ നാടിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രം. जब एनडीए की लोकसभा के चुने हुए सदस्यों ने मुझे अपने नेता के रूप में चुना और संसद के सेंट्रल हॉल में नेता के रूप में जब मेरा पहला भाषण हुआ तब मैंने कहा था, हमारी ये सरकार गरीबों को समर्पित है। ये विचार, ये भाव महात्मा गांधी और पंडित दीनदयाल उपाध्याय जी के चिंतन में से प्राप्त हुए हैं, प्रेरणा में से प्राप्त हुए हैं। अंत्योदय की दीनदयाल जी की कल्पना में से हमने हमारी सरकार के कार्यकलाप को रेखांकित करने का प्रयास किया है। ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നേതാവായി എന്നെ തെരഞ്ഞെടുത്തപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സർക്കാരായിരിക്കും ഈ വരാൻ പോകുന്ന സർക്കാർ. ദീൻദയാൽജി മുന്നോട്ട് വെച്ച അന്ത്യോദയം എന്നുള്ള ആശയം ഈ നാട്ടിലെ, ഈ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ആശയം, ആ ആശയം നടപ്പിലാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സർക്കാരിന്റെ 2.5 വർഷക്കാലത്തെ ചരിത്രം. सत्ता की राजनीति की गलियारे में आने से पहले अनेक वर्षों तक संगठन का कार्य करने का मुझे सौभाग्य मिला और मैं हमेशा कहता भी था, अनुभव करता था कि हमारे पार्टी के जितने महानुभाव हैं उनकी चिंतन धारा हमारी वैचारिक धरोहर तैयार करती है। लेकिन साथ साथ केरल के भारतीय जनसंघ के और केरल के भारतीय जनता पार्टी के सैकड़ों कार्यकर्ताओं ने गत दशकों में जो बलिदान दिए हैं, हजारों कार्यकर्ताओं ने जो यातनाएं झेली हैं, लाखों कार्यकर्ताओं ने, सामने कुछ नजर नहीं आता था, सत्ता दूर दूर तक दिखती नहीं थी। आज भी केरल के कार्यकर्ताओं को सत्ता का सौभाग्य नहीं मिला, उसके बावजूद भी वे डटे रहे, वे जूझते रहे, विचार के लिए बलिदान होते रहे। ऐसे केरल के कार्यकर्ता सदा सर्वदा हिंदुस्तान के लाखों कार्यकर्ताओं की प्रेरणा रहे हैं। അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്തുന്നതിന് മുൻപ് വർഷങ്ങളോളം സംഘടനാ പ്രവർത്തനം നടത്തിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ അനുഭവത്തിന്റെ പാരമ്പര്യം, ആ കാലഘട്ടങ്ങളിൽ നിരവധി വ്യക്തികൾ ഈ സംഘടനയുടെ ഈ ആശയത്തെ മുന്നോട്ട് നയിച്ച, ഈ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച, അതിനു വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകിയ നിരവധി വ്യക്തികൾ, അവരുടെ പരിശ്രമം, അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളെല്ലാം തന്നെ നമുക്ക് സ്മരിക്കേണ്ട സംഭാവനകളാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൽ ഭാരതീയ ജനസംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ നൽകിയിട്ടുള്ള ബലിദാനം, നൂറുകണക്കിന് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വം, നൂറുകണക്കിന് പ്രവർത്തകർ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ആശയത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും
ആ കഷ്ടപ്പാടുകളിൽ ഒന്നും തന്നെ അടിപതറാതെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അല്പം പോലും താമസമില്ലാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അധികാരം എന്നുള്ളത് കണ്ണെത്താത്ത ദൂരത്തിലായിരിക്കുമ്പോഴും ഇന്നും അധികാരത്തിന്റെ അംശം പോലും അനുഭവിക്കാൻ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം ആശയത്തിന് വേണ്ടി, സ്വന്തം പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെ ആത്മസമർപ്പണമാണ് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുഴുവൻ പ്രേരണ നൽകുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. और मैं केरल के कार्यकर्ताओं को विश्वास दिलाना चाहता हूं कि आपने जो तपस्या की है, आपने जो यातनाएं झेली है, आपने जो बलिदान दिया है, ये बलिदान कभी बेकार नहीं जाएगा. कभी न कभी तो आपका बलिदान रंग लाएगा, केरल का भी भाग्य बदलेगा. भारतीय जनता पार्टी केरल के भाग्य को बदलने की निमित्त बनेगी, ये मैं साफ साफ देख रहा हूं. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ പ്രവർത്തകർക്ക് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ പ്രവർത്തകരും ജനങ്ങളും നൽകിയിട്ടുള്ള ഈ ബലിദാനം ഒരിക്കലും വ്യർത്ഥമാകില്ല. ഇതൊരിക്കലും വെറുതെയാകാൻ പോകുന്നില്ല. കേരളത്തിന്റെയും ഭാഗ്യം, കേരളത്തിലും മാറ്റത്തിന്റെ തുടക്കം, ആ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിന്റെ മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയായിരിക്കും. ആ മാറ്റമുണ്ടാകും. അതിന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നിമിത്തമായിട്ട് മാറും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. केरल में हिंदुस्तान का नंबर 1 राज्य बनके की हर प्रकार की शक्ति पड़ी हुई है. हम उसको ताकत देना चाहते हैं और देश में केरल अग्रिम पंक्ति में आगे बढ़े, इसके लिए भारतीय जनता पार्टी और भारत सरकार पूरी तरह अपना योगदान देने के लिए सदा सर्वदा तैयार रहेगी. കേരളം ഈ രാജ്യത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാകാനുള്ള ശേഷിയുള്ള, ക്ഷമതയുള്ള സംസ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. देश एक ही मंत्र को लेकर के आज बहुत तेज गति से आगे बढ़ रहा है. सबका साथ, सबका विकास, और इसलिए विकास का मंत्र लेकर के, अनेक योजनाओं लेकर के आज देश पूरी दुनिया में एक स्वर से कहा जा रहा है कि विश्व की तेज गति से आगे बढ़ने वाली इकोनॉमी में, दुनिया की बड़ी बड़ी इकोनॉमी में हिंदुस्तान आज सबसे तेज गति से आगे बढ़ने वाली इकोनॉमी है. ഈ രാജ്യം മുഴുവൻ ഒരേ ഒരു സന്ദേശവുമായിട്ട്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള സന്ദേശം, ആ സന്ദേശവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയായിട്ട് ഈ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. मछुआरा हो या मजदूर हो, किसान हो या कारोबारी हो, दिल्ली में बैठी हुई सरकार हर किसी को एम्पावर करने के लिए, हर किसी को एक नई ऊर्जा, नई शक्ति, नया सामर्थ्य, नया अवसर देने के लिए प्रयास कर रही है. और सारी योजनाएं समाज के सशक्तिकरण पर केंद्रित की गई है. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, തൊഴിലാളികളാകട്ടെ, കർഷകരാകട്ടെ, കാർഷിക മേഖലയിലെ തൊഴിലാളികളാകട്ടെ,
ആരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. आज मानव जात के सामने अनेक चुनौतियां हैं. हम कई वर्षों से सुन रहे हैं 21वीं सदी एशिया की सदी और 21वीं सदी एशिया की सदी बने इसके लिए हर प्रकार की संभावनाएं हैं, हर प्रकार की शक्तियां मौजूद है और सारे अवसर साफ साफ नजर आ रहे हैं. മനുഷ്യരാശിയുടെ മുൻപാകെ നിരവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിടാനുള്ള ശേഷി നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ്. ആ ഏഷ്യയുടെ നൂറ്റാണ്ടായിട്ട് 21ാം നൂറ്റാണ്ടിനെ മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ശക്തി സമാഹരിക്കൽ, അതിനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ വളരെയേറെ ഉണ്ട് എന്നുള്ളത് ഇന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. एशिया के सभी देश 21वीं सदी एशिया की बने, हर देश अपना योगदान देने के लिए भरसक प्रयास कर रहा है. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാക്കി മാറ്റാൻ ഈ ഭൂഖണ്ഡത്തിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.